പാലക്കാട് നഗരസഭയിൽ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായ BJP ഭരണത്തിലെത്താനാണ് സാധ്യത. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ UDF-ഉം LDF-ഉം ഒന്നിച്ച് ഭരിക്കുന്നത് ഗുണകരമാവില്ലെന്നാണ് ഇരു പാർട്ടികളുടെയും തീരുമാനം. മിക്ക തദ്ദേശ സ്ഥാപനങ്ങളിലും UDF-ന് നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞു. CPM-ന്റെ പല കോട്ടകളും BJP പിടിച്ചടക്കി. പാലക്കാട് നഗരസഭയിൽ ആർക്കും കേവല ഭൂരിപക്ഷമില്ല. 25 വാർഡിൽ വിജയിച്ച BJP ഭരിക്കാനാണ് സാധ്യത. ഞങ്ങൾക്ക് ഒറ്റയ്ക്ക് ഭരിക്കാനുള്ള ഭൂരിപക്ഷമുണ്ട്. സ്വതന്ത്രമാരെ സംബന്ധിച്ചോളം പാലക്കാട് നഗരത്തിന്റെ വികസനമാണ് അവർ ലക്ഷ്യമിടുന്നതെങ്കിൽ പാലക്കാട് നഗരത്തിൽ തുടർന്നു വരുന്ന വികസന പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഭരണം വരണമെന്ന് അവർക്ക് ബോധ്യമുണ്ട്. BJPയെ താഴെയിറക്കാൻ UDF-ഉം LDF-ഉം സ്വതന്ത്രനായ റഷീദും ഒരുമിക്കണമെന്ന അഭിപ്രായമുള്ളവരുണ്ട്. എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത് ഗുണകരമാവില്ലെന്ന അഭിപ്രായമുള്ള നേതാക്കളാണ് കൂടുതൽ. നമ്മുടെ നേതാക്കന്മാർക്ക് ആലോചിച്ച് എങ്ങനെ വേണമെന്ന് തീരുമാനിക്കും. അല്ലാതെ BJP വരേണ്ടതെന്ന് നമുക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ അതിനോടൊപ്പം തന്നെ നമ്മുടേതായിട്ടുള്ള വ്യക്തിത്വം കളഞ്ഞിട്ടുള്ള ഒരു മുനിസിപ്പാലിറ്റി വേണമെന്നില്ല. എന്തറിയോ, നമ്മളിതുപോലെ ചില സ്വതന്ത്രന്മാരെ പിടിച്ചു നിന്നിട്ടുള്ള 1-2 മുതലമട പഞ്ചായത്ത് നമ്മൾ അങ്ങനെ ചെയ്തതാണ്. അതോടുകൂടി നമ്മുടെ മൈനസായിക്ക് പോയത്. അപ്പോൾ അതിലേക്ക് അങ്ങനെ ആവാനും പാടില്ല. പട്ടാമ്പി, ചിറ്റൂർ നഗരസഭകൾ UDF തിരിച്ചു പിടിച്ചു. കഴിഞ്ഞ തവണ ജില്ലാ പഞ്ചായത്തിൽ 3 സീറ്റ് മാത്രമാണ് UDF-നുണ്ടായിരുന്നത്. ഇത്തവണ 12 ഉയർത്തി. 2 ബ്ലോക്ക് പഞ്ചായത്തുകൾ മാത്രമുണ്ടായിരുന്ന UDF-ന് ഇത്തവണ 4 നേടാനായി. CPM വിമതർ ഏറ്റവും വലിയ തലവേദനയായത് കൊഴിഞ്ഞാമ്പാറയിലാണ്. കൊഴിഞ്ഞാമ്പാറയിൽ CPM വിമതരും UDF-ഉം ചേർന്ന് ഭരിക്കും. കോട്ടോപ്പാടം, വടക്കഞ്ചേരി പഞ്ചായത്തിലും CPM വിമതർ വിജയിച്ചു. CPM കോട്ടയായ അകത്തേത്തറ പഞ്ചായത്ത് LDF-ൽ നിന്നും BJP പിടിച്ചെടുത്തു. കഴിഞ്ഞ തവണ 6 സീറ്റുമായി ഭരണം നടത്തിയിരുന്ന പുതൂർ പഞ്ചായത്തിൽ CPM-ന് ഇത്തവണ 1 സീറ്റ് പോലും ലഭിച്ചില്ല. പുതൂർ പഞ്ചായത്ത് BJP-യാണ് ഇത്തവണ ഭരിക്കുക. മീഡിയ 1 പാലക്കാട്.